1991 ജൂലൈ 19 12 വയസ്സുള്ള ജേറഡ് നെഗ്രറ്റി സ്കൗട്ട് മെമ്പേഴ്സിനൊപ്പം ആദ്യമായി ഓവർനൈറ്റ് ഹൈക്കിങ്ങിന് പുറപ്പെട്ടു. അവരുടെ ഗ്രൂപ്പിൽ മൊത്തം 6 സ്കൗട്ട് മെമ്പേഴ്സും ഒരു സ്കൗട്ട് മാസ്റ്ററും ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം സമുദ്രനിരപ്പിൽ നിന്നും 3500 മീറ്റർ ഉയരത്തിലുള്ള മൗണ്ട് സാൻ ഗോർഗോണിയോ പർവ്വതശൃംഗത്തിലേക്കാണ് അവർ ഹൈക്ക് ചെയ്തത്. സദേൺ കാലിഫോർണിയയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് സാൻ ഗോർഗോണിയോ സാൻ ബെർണാർഡിനോ നാഷണൽ ഫോറസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലെത്തിയതിനു ശേഷം തിരിച്ച് മലയിറങ്ങി താഴെയുള്ള ബേസ് ക്യാമ്പിൽ നൈറ്റ് സ്റ്റേ ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. വൈകിട്ട് 6 മണിയോടടുത്ത് അവർ മലമുകളിലെത്തിയപ്പോഴാണ് ജേറഡ് അവരുടെ കൂട്ടത്തിൽ നിന്നും മിസ്സിംഗ് ആയ കാര്യം സ്കൗട്ട് മാസ്റ്റർ ശ്രദ്ധിച്ചത്. ഇതേ സമയം മറ്റൊരു ഹൈക്കിംഗ് ഗ്രൂപ്പ് ജേറഡ് ഒറ്റയ്ക്ക് താഴേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന് സ്കൗട്ട് മാസ്റ്ററിനെ അറിയിച്ചു. സിക്സാഗ് ഷേപ്പിലുള്ള ഹൈക്കിംഗ് ട്രെയിലൂടെ താഴേക്ക് പോകേണ്ടതിന് പകരം ഷോർട്ട് കട്ട് എടുത്ത് കാട് കയറിയാണ് അവൻ പോയതെന്നും അവർ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ഹൈക്കറായ സ്കൗട്ട് മാസ്റ്റർ ബാക്കിയുള്ള സ്കൗട്ട് മെമ്പേഴ്സിനെയും കൂട്ടി മലയിറങ്ങി. താഴേക്കുള്ള വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ജേറഡിനെ കണ്ടുകിട്ടുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഹൈക്കിംഗ് ട്രെയിലിലൂടെ മലയിറങ്ങി അവർ താഴെയുള്ള മീറ്റിംഗ് പോയിന്റിലെത്തിയിട്ടും ജേറഡിനെ കാണാനില്ല. ഒടുവിൽ ആ ഇരുട്ടത്ത് 5 മൈൽ ഹൈക്ക് ചെയ്ത് ബേസ് ക്യാമ്പിലെത്തി അവർ സഹായം തേടി. തുടർന്ന് പോലീസും സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമും 3000 വോളണ്ടിയേഴ്സും ചേർന്ന് ആ പർവ്വതത്തിന് ചുറ്റുമുള്ള 50 സ്ക്വയർ മൈൽ ഏരിയയിൽ തിരച്ചിൽ ആരംഭിച്ചു. 3 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ജേറഡ് ധരിച്ചിരുന്ന ഹൈ ടോപ്പ് ടെന്നീസ് ഷൂസിന്റെ ഫുട് പ്രിന്റ് കണ്ടെത്തി. അതിനടുത്തു നിന്നും ചോക്ലേറ്റ്സിന്റെ കവറുകളും ഉണക്കിയ ബീഫും കണ്ടെത്തി. തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജേറഡിന്റെ ക്യാമറയായിരുന്നു. ഫിലിം റോളിൽ മൊത്തം 12 ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും ഹൈക്കിങ്ങിനിടയിൽ അവൻ പകർത്തിയ പ്രകൃതി ദൃശ്യങ്ങളായിരുന്നെങ്കിലും അതിലെ അവസാനത്തെ ഫോട്ടോ ജേറഡ് മിസ്സിംഗ് ആയതിനു ശേഷം ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചെടുത്ത അവന്റെ മുഖത്തിന്റെ ക്ലോസപ്പ് ഫോട്ടോയായിരുന്നു. അതുതന്നെയായിരുന്നു അവന്റെ അവസാന ഫോട്ടോയും. കാണാതായി മണിക്കൂറുകൾക്ക് ശേഷവും ജേറഡ് ജീവനോടെ ഉണ്ടായിരുന്നു എന്നതിന് ഈ ഫോട്ടോ തെളിവാണെങ്കിലും ഇരുണ്ട ബാക്ക്ഗ്രൗണ്ടും ഫോട്ടോയുടെ ലോ റെസൊല്യൂഷനും കാരണം ആ ഫോട്ടോ എടുത്ത ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള 2 ആഴ്ചയോളം സാൻ ബെർണാർഡിനോ നാഷണൽ ഫോറസ്റ്റ് മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും ഒരു ക്ലൂ പോലും കണ്ടെത്താനായില്ല. 16 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 4-ാം തീയതി തിരച്ചിൽ ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ജേറഡിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇന്നും അവശേഷിക്കുന്നു. ആയതിനാൽ അവൻ എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന കൂടുതൽ സാധ്യതയുള്ള തിയറികൾ ഇനി നോക്കാം. മലയിറങ്ങുന്നതിനിടയിൽ ജേറഡ് വഴിതെറ്റി കാട്ടിൽ കുടുങ്ങിയതാണെന്നാണ് ആദ്യത്തെ തിയറി. വനമേഖലകളിൽ വഴിതെറ്റി കാട്ടിൽ കുടുങ്ങി കാണാതാവുന്നത് നോർമലാണെങ്കിലും ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സംഭവം നടന്നത് വേനൽക്കാലത്തായതുകൊണ്ട് അവന് കൊടുന്തണുപ്പൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല ആവശ്യത്തിന് കുടിവെള്ളവും അവൻ കയ്യിൽ കരുതിയിരുന്നു. എന്തിനേറെ പറയുന്നു, പർവ്വതത്തിലുടനീളം ഒരുപാട് ശുദ്ധജല തടാകങ്ങളും കുളങ്ങളുമുണ്ട്. വഴിതെറ്റി കാടിനുള്ളിൽ കുടുങ്ങിയതായിരുന്നുവെങ്കിൽ കുറച്ചു ദിവസമെങ്കിലും അവന് അതിജീവിക്കാൻ കഴിയേണ്ടതാണ്. മാത്രമല്ല ആയിരക്കണക്കിന് റെസ്ക്യൂവേഴ്സ് ആ കാടിനുള്ളിൽ തിരച്ചിൽ നടത്തിയപ്പോൾ അവനെ കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ്. ആയതിനാൽ കൂടുതൽ സാധ്യതയുള്ള രണ്ടാമത്തെ തിയറി അവന്റെ കാല് തെറ്റി ക്ലിഫിൽ നിന്നും താഴെ വീണിരിക്കാമെന്നാണ്. ചെങ്കുത്തായ സ്ഥലങ്ങളിൽ തെന്നി വീഴാതെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഹൈക്കിംഗ് ട്രെയിലുകൾ സിക്സാഗ് ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സിക്സാഗ് ഷേപ്പിലുള്ള ഹൈക്കിംഗ് ട്രെയിലൂടെ സഞ്ചരിക്കേണ്ടതിന് പകരം ജേറഡ് ഷോർട്ട് കട്ട് എടുത്ത് നേരെയാണ് മലയിറങ്ങിയതെന്ന് രണ്ടാമത്തെ ഹൈക്കിംഗ് ടീം കണ്ടതാണ്. അപകടം നിറഞ്ഞ ചെങ്കുത്തായ പാതയിലൂടെ മലയിറങ്ങിയ ജേറഡ് ഇരുട്ടത്ത് കാല് തെറ്റി മറിഞ്ഞു വീണതാകാം. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് റെസ്ക്യൂവേഴ്സിന് അവന്റെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം വരും. അവിടെയാണ് മൂന്നാമത്തെ തിയറിയുടെ പ്രാധാന്യം. അവനെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ പിടിച്ചതാവാം. കരടിയുടെയും കൂഗറിന്റെയും ഒക്കെ വിഹാര കേന്ദ്രങ്ങളാണ് സാൻ ഗോർഗോണിയോ പർവ്വതം. ജേറഡിന്റെ അവസാന ഫോട്ടോയിൽ കാണുന്ന തിളങ്ങുന്ന ഡോട്ട് അവനെ ഫോളോ ചെയ്ത വന്യജീവിയുടേതാണെന്നും പറയപ്പെടുന്നു. പക്ഷേ അവന്റെ രക്തമോ കീറിയ വസ്ത്രങ്ങളോ ബോഡി വലിച്ചിഴച്ച പാടുകളോ ഒന്നും തന്നെ ആ ഏരിയയിൽ നിന്നും തിരച്ചിൽ സംഘം കണ്ടെത്തിയിട്ടില്ല. ആയതിനാൽ അത് വിരൽ ചൂണ്ടുന്നത് വളരെ ഡിസ്റ്റർബിംഗ് ആയ നാലാമത്തെ തിയറിയിലേക്കാണ്. അവനെ ആരോ തട്ടിക്കൊണ്ടുപോയതാണ്. അതുകൊണ്ടാണ് അവൻ എവിടെയാണെന്നോ അവന്റെ ബോഡിയോ മലമുകളിൽ നിന്നും കണ്ടെത്താൻ കഴിയാഞ്ഞതെന്നും ഈ തിയറി വ്യക്തമാക്കുന്നു. നിർഭാഗ്യവശാൽ ജേറഡിനെ കാണാതായി 33 വർഷങ്ങൾ കഴിഞ്ഞുപോയിട്ടും അവൻ എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഒരുപക്ഷെ ഇനി ഒരിക്കലും ആരും അറിയുകയുമില്ല.
സോ ഇത്തരത്തിൽ കാണാതാവുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് പകർത്തപ്പെട്ട ചില ഫോട്ടോസും അവയുടെ ഭയാനകമായ ബാക്ക് സ്റ്റോറീസിനെ പറ്റിയുമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. ജൂൺ 15 ഫ്ലോറിഡയിലെ പോർട്ട് സെയിന്റ് ജോസ് സിറ്റിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരി ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പാർക്കിംഗ് ലോട്ടിൽ ഒരു പോളറോയിഡ് ഫോട്ടോ കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കൂടുതൽ ആലോചിക്കാതെ ആ ഫോട്ടോ എടുത്തു നോക്കിയ അവർ അമ്പരന്നു പോയി. ഒരു വൈറ്റ് കളർ വാനിൽ കൈകൾ പിന്നിൽ കെട്ടിവെച്ച് വായിൽ ഡക്ട് ടേപ്പ് ഒട്ടിച്ച് കിടത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെയും ഒരു ചെറിയ ആൺകുട്ടിയെയും ആ ഫോട്ടോയിൽ കാണാം. ആ ഫോട്ടോ കിട്ടിയ അതേ സ്ഥലത്ത് തന്നെ മിനിറ്റുകൾക്ക് മുൻപ് ആ ഫോട്ടോയിലെ പോലെയുള്ള ഒരു വൈറ്റ് കളർ വാൻ കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു. ആയതിനാൽ ഉടൻ തന്നെ അവർ പോലീസിനെ വിവരമറിയിച്ചു. മാത്രമല്ല, വാനോടിച്ചിരുന്ന ആളെപ്പറ്റി ആ സ്ത്രീ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളുടെ സ്കെച്ചും പോലീസ് വരച്ചു. അങ്ങനെ ആ ഏരിയ മൊത്തം പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ആ വാനോ അതോടിച്ച ഡ്രൈവറിനെയോ കണ്ടെത്താനായില്ല. എന്നാൽ ആ പോളറോയിഡ് ഫോട്ടോയ്ക്ക് അവിടെ നിന്നും 1500 മൈൽ അകലെ നടന്ന മറ്റൊരു കേസുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ആ കേസിലെ ഇര 19 വയസ്സുള്ള കോളേജ് സ്റ്റുഡൻ്റായ ടാറ കാലിക്കോ എന്ന പെൺകുട്ടിയായിരുന്നു. പോളറോയിഡ് ഫോട്ടോ കണ്ടെത്തുന്നതിന് 9 മാസങ്ങൾക്ക് മുൻപ് 1988 സെപ്റ്റംബർ 20 രാവിലെ 9:30 ടാറ അവളുടെ വീട്ടിൽ നിന്നും സൈക്കിൾ റൈഡിനിറങ്ങി. എല്ലാ ദിവസവും അവൾ ന്യൂ മെക്സിക്കോയിലെ ഹൈവേ 47 റൈഡ് ചെയ്ത് റെയിൽ റോഡ് ട്രാക്കും റോഡും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലമെത്തുമ്പോൾ അവിടുന്ന് തിരിച്ച് അതേ റൂട്ടിലൂടെ വീട്ടിലെത്തുകയാണ് പതിവ്. എന്നാൽ ആ ദിവസം ഉച്ചയ്ക്ക് 12:30 ടാറ അവളുടെ ബോയ് ഫ്രണ്ടുമായി ടെന്നീസ് കളിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. സോ ലേറ്റാകാതിരിക്കാനായി ഞാൻ ഉച്ചയാകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ എന്നെ പിക്ക് ചെയ്യാൻ വരണേ എന്ന് ടാറ അവളുടെ അമ്മയോട് പറഞ്ഞിട്ടാണ് സൈക്കിൾ റൈഡിന് പോയത്. അങ്ങനെ ഉച്ചയായിട്ടും ടാറയെ കാണാത്തതിനെ തുടർന്ന് അവളുടെ അമ്മ പാറ്റി കാറിൽ ടാറ പോയ റൂട്ടിൽ അവളെ തിരയാൻ തുടങ്ങി. പലതവണ പാറ്റി ആ റൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറോടിച്ചെങ്കിലും ടാറയെ കാണാൻ വീട്ടിലെത്തിയ പാറ്റി ഉടൻ തന്നെ പോലീസിനെ കോൾ ചെയ്ത് ടാറ മിസ്സിംഗ് ആണെന്ന് പരാതി നൽകി. അങ്ങനെ പോലീസ് ടാറ പോയ റൂട്ടിൽ തിരച്ചിൽ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ക്ലൂ കിട്ടി. ഹൈവേയുടെ സൈഡിൽ നിന്നും ടാറ കേൾക്കാറുള്ള കാസറ്റ് ടേപ്പ് പോലീസ് കണ്ടെത്തി. മാത്രമല്ല, അതിനടുത്തു നിന്നും അവളുടെ സൈക്കിൾ ടയറിന്റെ പാടുകളും അവർ കണ്ടെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ടാറയെയും അവളുടെ നിയോൺ പിങ്ക് സൈക്കിളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീട് അതേ റൂട്ടിൽ തന്നെ കൂടുതൽ ഏരിയയിലേക്ക് തിരച്ചിൽ നടത്തിയപ്പോൾ ടാറ ഉപയോഗിക്കാറുള്ള വാക്മാന്റെ തകർന്ന ഒരു പീസ് കിട്ടി. ആ സ്ഥലം വരെയാണ് എല്ലാ ദിവസവും ടാറ സൈക്കിൾ റൈഡ് ചെയ്തിട്ട് തിരിച്ചു പോകാറുള്ളത്. സോ തൻ്റെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്നും അതിനുള്ള സൂചന നൽകാൻ അവൾ തന്നെയാകും വാക്മാൻ പീസുകൾ വഴിയിൽ ഉപേക്ഷിച്ചതെന്നുമാണ് പാറ്റ് പറയുന്നത്. ഈ തിയറി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംഭവ ദിവസം 11:30 ടാറ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു പഴയ പിക്കപ്പ് ട്രക്ക് അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ഹെഡ്ഫോൺസ് ധരിച്ചിരുന്നതിനാൽ അവൾ ട്രക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നുവെന്നും ചില സാക്ഷിമൊഴികളുമുണ്ട്. ടാറയെ കാണാതായി 9 മാസങ്ങൾക്ക് ശേഷം ഫ്ലോറിഡയിൽ നിന്നും ഈ പോളറോയിഡ് ഫോട്ടോ കണ്ടെത്തിയപ്പോൾ ആ സംശയത്തിന് ശക്തിയേറി. ഈ ഫോട്ടോ കണ്ടെത്തിയ സ്ത്രീക്ക് ടാറയുടെ കേസിനെ പറ്റി അപ്പോൾ അറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഫോട്ടോ ശ്രദ്ധേയമായപ്പോൾ അത് തൻ്റെ കാണാതെ പോയ മകളാണെന്ന് പാറ്റി ഉറപ്പിച്ചു പറഞ്ഞു. ആ പെൺകുട്ടിയെ കാണാൻ ടാറയുമായി സാമ്യമുണ്ടെന്ന് മാത്രമല്ല, ഫോട്ടോയിൽ കാണുന്ന ബുക്ക് ടാറയുടെ ഫേവറേറ്റ് എഴുത്തുകാരൻ്റേതുമാണ്. ടാറയും ആ ഫോട്ടോയും തമ്മിലുള്ള കണക്ഷൻ ചർച്ചാ വിഷയമായ ആ സമയത്താണ് ആ ഫോട്ടോയിലുള്ള പയ്യനെ ഞങ്ങൾക്കറിയാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ന്യൂ മെക്സിക്കോയിലുള്ള ഒരു ഫാമിലി രംഗത്തെത്തിയത്. ആ ഫോട്ടോയിൽ കാണുന്നത് 9 വയസ്സുള്ള അവരുടെ മകൻ മൈക്കൽ ഹെൻലി ആണെന്നാണ് അവർ അവകാശപ്പെട്ടത്. 1988 ഏപ്രിൽ മാസം അവൻ്റെ അച്ഛൻ്റെ ഒപ്പം കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോഴാണ് മൈക്കിൾ മിസ്സിംഗ് ആയത്. അപ്പോഴാണ് കേസിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായത്. 1990 ജൂൺ മാസം അവൻ സ്റ്റേ ചെയ്തിരുന്ന ക്യാമ്പ് സൈറ്റിൽ നിന്നും 7 മൈൽ അകലെ മാറി മൈക്കിളിന്റെ ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തി.
അവനെ ആരും തട്ടിക്കൊണ്ടുപോയതായിരുന്നില്ല, മറിച്ച് വഴിതെറ്റി കാടിനുള്ളിൽ കുടുങ്ങിയ മൈക്കിൾ ഹൈപ്പോതെർമിയ ബാധിച്ചാണ് മരണപ്പെട്ടത്. അതിനുശേഷം ഈ പോളറോയിഡ് ഫോട്ടോയ്ക്ക് ടാരയുടെ തിരോധാനവുമായി കണക്ഷൻ ഇല്ല എന്നും സംശയമുയർന്നു. മാത്രമല്ല, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അന്വേഷണവും കൂടുതൽ കൺഫ്യൂഷൻ മാത്രമാണ് സമ്മാനിച്ചത്. കാരണം ചിലർ പറയുന്നത് ആ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ഉറപ്പായും ടാറയാണെന്നാണ്. എന്നാൽ മറ്റുള്ളവരാകട്ടെ അവരുടെ മുഖങ്ങൾ തമ്മിൽ ഒരുപാട് സ്ട്രക്ചറൽ ഡിഫറൻസ് ഉള്ളതും ചൂണ്ടിക്കാട്ടി. സോ ടാറയെ തട്ടിക്കൊണ്ടുപോയത് ഈ വൈറ്റ് വാന്റെ ഓണർ അല്ലെങ്കിൽ അവൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? നിർഭാഗ്യവശാൽ അവളെ കാണാതായി 37 വർഷങ്ങൾക്ക് ശേഷവും ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. 2023 ജൂൺ 13 കൃത്യമായ തെളിവുകളോടെ പോലീസ് ഈ കേസ് സോൾവ് ചെയ്തെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയെങ്കിലും പ്രതിയെപ്പറ്റിയോ കൂടുതൽ വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. സത്യം പുറത്തു വരാൻ വൈകുന്നതിനുള്ള കാരണത്തെപ്പറ്റി ഒരു തിയറിയും പുറത്തു വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ടാറയെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അബദ്ധത്തിൽ ഇടിച്ചിട്ടതാണെന്നും തുടർന്നുള്ള നിയമ നടപടികൾ പേടിച്ച് ആക്സിഡന്റ് മറച്ചുവെക്കാനായി ടാറയെ അവർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നും അതിലൊരാളുടെ അച്ഛൻ പോലീസുകാരനായതിനാൽ കൃത്യമായ ഗൂഢാലോചന നടത്തി പതിറ്റാണ്ടുകളായി സത്യം മറച്ചുവെക്കാൻ കഴിഞ്ഞെന്നും പറയപ്പെടുന്നു. ഈ തിയറി സത്യമാണോ എന്നൊന്നും ഉറപ്പില്ല. ഒരുപക്ഷെ അത് സത്യമാണ്. ഈ പോളറോയിഡ് ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ആരായിരിക്കും? ജൂൺ 8 ലോസ് ഏഞ്ചൽസിലെ ഒരു ATMൽ ക്യാപ്ചർ ചെയ്യപ്പെട്ട 22 വയസ്സുള്ള മാത്യു ചേസ് എന്ന യുവാവിൻ്റെ അവസാന നിമിഷങ്ങളാണിത്. എല്ലാ ദിവസത്തെയും പോലെ അന്നും ജോലിക്ക് പോയ മാത്യു ജോലി കഴിഞ്ഞ് തൻ്റെ റൂംമേറ്റും ക്ലോസ് ഫ്രണ്ടുമായ ടെറീസയ്ക്കൊപ്പം ഡിന്നർ കഴിക്കാൻ പുറത്തുപോയി. രാത്രി 11:45 അവർ രണ്ടും തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് തനിക്ക് കിട്ടിയ പേ ചെക്ക് കോഫി ടേബിളിൽ ഇരിക്കുന്നത് മാത്യു ശ്രദ്ധിച്ചത്. കയ്യിൽ കാശ് കുറവായതുകൊണ്ടും പേ ചെക്ക് ക്ലിയർ ചെയ്തു തരാൻ ബാങ്ക് 24 മണിക്കൂർ സമയമെടുക്കുന്നതുകൊണ്ടും നേരം വെളുക്കാൻ കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ മാത്യു വീടിനടുത്തുള്ള ATMലേക്ക് പോയി. രാത്രിയായതിനാൽ സുരക്ഷിതമായി പോയിട്ട് വരാൻ വേണ്ടി ടെറീസ അവളുടെ കാറും മാത്യുവിന് നൽകി. പോയിട്ട് വരുമ്പോൾ ക്യാറ്റ് ഫുഡ് വാങ്ങാനും ടെറീസ മാത്യുവിനോട് പറഞ്ഞിരുന്നു. മാക്സിമം 15 മിനിറ്റ് അതിനുള്ളിൽ മാത്യു തിരിച്ചെത്തേണ്ടതാണ്. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷവും മാത്യു തിരിച്ചെത്തിയില്ല. ഒരുപക്ഷെ അവൻ എവിടെയെങ്കിലും കറങ്ങുകയായിരിക്കുമെന്ന് കരുതി ടെറീസ ഉറങ്ങാൻ കിടന്നു. എന്നാൽ നേരം പുലർന്നിട്ടും മാത്യുവിനെ കാണാതായപ്പോൾ ടെറീസ അവളുടെ ബ്രദർ സ്റ്റീവിനെ കോൾ ചെയ്തു. തുടർന്ന് അവർ രണ്ടുപേരും ചേർന്ന് പോലീസിനെ വിവരമറിയിച്ചു. നിർഭാഗ്യവശാൽ മാത്യു മിസ്സിംഗ് ആയിട്ട് 12 മണിക്കൂർ പോലും ആകാത്തതുകൊണ്ട് അന്വേഷണം ആരംഭിക്കാതെ പോലീസ് കാത്തിരുന്നു. അങ്ങനെ പോലീസിന്റെ നടപടിയിൽ അസംതൃപ്തരായ അവർ സ്വയം അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ മാത്യു ആണെന്ന വ്യാജേന സ്റ്റീവ് ബാങ്കിലേക്ക് കോൾ ചെയ്ത് മാത്യുവിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തു. അതിൽ നിന്നും സംഭവ ദിവസം രാത്രിയിൽ മാത്യു പലതവണ പണം വിത്ഡ്രോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പക്ഷേ അതെല്ലാം ഫെയിൽഡ് ആയെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ തന്നെ ഒരു തവണ $250 മാത്യു വിത്ഡ്രോ ചെയ്യാൻ ശ്രമിച്ചത്. ആ നീക്കം വളരെ സംശയാസ്പദമായിരുന്നു. കാരണം $250 അവന്റെ ATM കാർഡ് കൊണ്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്ന പരമാവധി എമൗണ്ടിന് മുകളിലായിരുന്നു. മാത്രമല്ല അവന്റെ അക്കൗണ്ടിൽ $100 പോലും ഇല്ല. അതുകൊണ്ടാണ് അവൻ പേ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയത് തന്നെ. ഈ രണ്ട് കാര്യങ്ങളും അവന് നന്നായി അറിയാവുന്നതാണ്. എന്നിട്ടും അവൻ ഈ ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ആരോ അവനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. ടെറീസയും സ്റ്റീവും ഈ കാര്യം പോലീസിനെ അറിയിച്ചപ്പോൾ കാര്യഗൗരവം മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ പോലെ അന്ന് എല്ലാ ATMകളിലും CCTV ക്യാമറാസ് ഇല്ലായിരുന്നുവെങ്കിലും മാത്യു പണം വിത്ഡ്രോ ചെയ്യാൻ ശ്രമിച്ച ATMകളിലൊന്നിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നു. അത് അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവായി മാറി. ATMനുള്ളിൽ മാത്യുവും അവന് പിന്നിൽ ഒരു അജ്ഞാതനും നിൽക്കുന്ന ഗ്രെയിനി വിഷ്വൽ പോലീസിന് കിട്ടി. മാത്യുവിനെ കാണാതായി 1.5 ദിവസത്തിന് ശേഷം അവന്റെ ATM കാർഡ് വീണ്ടും
വീണ്ടും യൂസ് ചെയ്യപ്പെട്ടു. ഇതേ സമയം അവന്റെ പേ ചെക്ക് ക്ലിയർ ആയിരുന്നതിനാൽ ട്രാൻസാക്ഷൻ നടത്തിയത് ആരായിരുന്നാലും $400 വിത്ഡ്രോ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞു. പക്ഷേ അതോടുകൂടി കാർഡ് ATMനുള്ളിൽ ലോക്കായി. പോലീസ് ആ കാർഡ് കളക്ട് ചെയ്ത് പരിശോധിച്ചപ്പോൾ ഫിംഗർ പ്രിന്റ് ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ കാർഡ് ക്ലീൻ ആയിരുന്നു. മാത്രമല്ല ATMൽ നിന്ന് കിട്ടിയ ലോ റെസൊല്യൂഷൻ ഫോട്ടോയിൽ നിന്നും സസ്പെക്റ്റിന്റെ സ്കെച്ചും പോലീസ് പുറത്തുവിട്ടെങ്കിലും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്യുവിനെ കാണാതായി 3 ആഴ്ചകൾക്ക് ശേഷം ജൂൺ 27 അവൻ ഡ്രൈവ് ചെയ്ത കാറ് കണ്ടെത്തി. ഈ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത ATMനടുത്ത് നിന്നാണ് കാർ കണ്ടെത്തിയത് എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. ആദ്യഘട്ടത്തിൽ പോലീസ് തിരച്ചിൽ നടത്തിയപ്പോഴൊന്നും ആ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം പിന്നീടാണ് പ്രതി കാർ അവിടെ ഉപേക്ഷിച്ചത്. കാറിനകത്തു നിന്നും നീല നിറത്തിലുള്ള ഒരു തൂവാല പോലീസ് കണ്ടെത്തി. അതിൽ ESPB SCLS എന്ന് എഴുതിയിരുന്നു. ESPBS എന്നത് ഈസ്റ്റ് സൈഡ് പ്ലേ ബോയ്സ് എന്നതിന്റെ ചുരുക്കരൂപമാണ്. ആ ഏരിയയിലെ ഒരു നൊട്ടോറിയസ് ഗ്യാങ് ആണത്. അങ്ങനെയൊരു കണക്ഷൻ പോലീസ് മനസ്സിലാക്കിയെങ്കിലും മാത്യുവിനെ തട്ടിക്കൊണ്ടുപോയതാരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. സോ മാത്യുവിനെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും നഷ്ടമായി. 1988 സെപ്റ്റംബർ 17 ആ ദുരന്ത വാർത്ത പുറത്തു വന്നു. പാസഡീനയിലുള്ള വെള്ളമൊഴുകുന്ന ഒരു മലയിടുക്കിൽ നിന്നും മാത്യുവിന്റെ ജഡം കണ്ടെത്തി. തലയ്ക്ക് വെടിവെച്ചാണ് അവനെ കൊലപ്പെടുത്തിയത്. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം 3 മാസങ്ങൾക്ക് മുൻപ്, അതായത് അവനെ തട്ടിക്കൊണ്ടുപോയി 2 ദിവസങ്ങൾക്ക് ശേഷം അവനെ കൊലപ്പെടുത്തിയിട്ട് ബോഡി ഇവിടെ ഉപേക്ഷിച്ചതാണ്. എന്നാൽ കൂടുതൽ തെളിവുകളില്ലാതെ തുടർന്നുള്ള 30 വർഷത്തോളം അതൊരു കോൾഡ് കേസായി തുടർന്നു. എന്നാൽ 2018 കേസ് സോൾവ് ചെയ്തെന്ന് ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് പ്രകാരം ഡേവിഡ് മേസ എന്ന 20 വയസ്സുള്ള ഒരു ഗാങ്സ്റ്റർ ആണ് മാത്യുവിനെ കൊലപ്പെടുത്തിയത്. ATM ഫോട്ടോയിൽ കാണുന്ന അജ്ഞാതൻ ഡേവിഡ് ആണെന്ന് അയാളുടെ ഗേൾഫ്രണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ മാത്യുവിനെ കൊലപ്പെടുത്തി 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗ്യാങ് അറ്റാക്കിൽ വെടിയേറ്റ് ഡേവിഡ് കൊല്ലപ്പെട്ടു. പക്ഷേ അപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. വെറും $400 വേണ്ടി ആരെങ്കിലും ഒരാളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുമോ? ഡേവിഡ് ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത്, അതോ മറ്റാരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ? മാത്യുവിനെ കൊലപ്പെടുത്തി 2 ദിവസങ്ങൾക്ക് ശേഷം ഡേവിഡ് കൊല്ലപ്പെട്ടെങ്കിൽ 3 ആഴ്ചയ്ക്ക് ശേഷം ATMനടുത്ത് ടെറീസയുടെ കാർ ഉപേക്ഷിച്ചത് ആരാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഉത്തരമില്ല. മാർച്ച് മാസം 23 വയസ്സുള്ള ഏമി ലിൻ ബ്രാഡ്ലി അവളുടെ മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം ആഡംബര കപ്പൽ കയറി. എന്നാൽ സന്തോഷത്തോടെ ആരംഭിച്ച ആ കപ്പൽ യാത്ര 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു വലിയ ദുരന്തത്തിൽ അവസാനിച്ചു. ആ ഷോക്കിൽ നിന്നും ബ്രാഡ്ലി ഫാമിലി ഇതുവരെ മോചിതരായിട്ടില്ല. മാർച്ച് 23 രാത്രിയിൽ ഏമിയും കുടുംബവും ഷിപ്പിനുള്ളിലെ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. സുന്ദരിയായ ഏമിയെ കണ്ട് കപ്പലിലെ മറ്റ് യാത്രക്കാർക്കും റെസ്റ്റോറൻറ്റിലെ മ്യൂസിക് ബാൻഡിലെ സ്റ്റാഫിനുൾപ്പെടെ അവളോട് അട്രാക്ഷൻ തോന്നിയിരുന്നു. അതിൽ പലരും അവളെ സമീപിച്ച് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തെങ്കിലും അവൾ അത് ഇഗ്നോർ ചെയ്തു. ഡിന്നറിന് ശേഷം ഏമിയും അവളുടെ സഹോദരൻ ബ്രാഡും ഷിപ്പിലെ നൈറ്റ് ക്ലബിൽ കുറച്ചു മണിക്കൂർ ചിലവഴിച്ച ശേഷം വെളുപ്പിനെ 3:30 അവരുടെ റൂമിലെത്തി. കുറച്ചുനേരം അവർ രണ്ടുപേരും ബാൽക്കണിയിലിരുന്ന് സംസാരിച്ച ശേഷം ബ്രാഡ് ഉറങ്ങാൻ പോയി. അതിനുശേഷം വെളുപ്പിനെ 5:30 ഏമിയുടെ അച്ഛൻ റോൺ ഏമി ബാൽക്കണിയിലെ ചെയറിലിരുന്ന് ഉറങ്ങുന്നത് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ അരമണിക്കൂറിന് ശേഷം റോൺ തിരിച്ചു വന്നപ്പോൾ ഏമിയെ അവിടെ കാണാനില്ല. ഒരുപക്ഷെ അവൾ ഷിപ്പിലെ മുകളിലത്തെ നിലയിലേക്ക് പോയി കാണുമെന്ന് കരുതി റോൺ അവളെ തേടി ഇറങ്ങി. എന്നാൽ മണിക്കൂറുകളോളം അയാൾ അവളെ തിരഞ്ഞെങ്കിലും ഏമിയെ കാണാനില്ല. ഷൂ ഉൾപ്പെടെയുള്ള അവളുടെ സാധനങ്ങളെല്ലാം അവളുടെ റൂമിൽ തന്നെയുണ്ട്. ഒടുവിൽ റോൺ ഈ കാര്യം കപ്പൽ ജീവനക്കാരെ അറിയിച്ചപ്പോൾ ഒരുപക്ഷെ ഏമി കപ്പലിൽ നിന്നും മറിഞ്ഞു വീണ് കാണുമോ എന്നാണ് അവർ സംശയം പ്രകടിപ്പിച്ചത്. മാത്രമല്ല അന്ന് രാവിലെ ക്യൂരസാവു ദ്വീപിൽ കപ്പലടുപ്പിച്ചപ്പോൾ 3000-ലധികം യാത്രക്കാർ കപ്പലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. സോ അവരുടെ കൂട്ടത്തിൽ ഏമി ഇറങ്ങിയതുകൊണ്ടാകാം ആരും ശ്രദ്ധിക്കാഞ്ഞതെന്നും അവർ സംശയം പ്രകടിപ്പിച്ചു.
അതിനുശേഷം അവർ ആ ഷിപ്പിന്റെ ഓരോ മൂലയും അരിച്ചുപെറുക്കിയെങ്കിലും ഏമിയെ കണ്ടെത്താനായില്ല. ഈ സമയത്താണ് വളരെ വിചിത്രമായൊരു കാര്യം അവിടെ സംഭവിച്ചത്. ഏമിയുടെ സഹോദരൻ ബ്രാഡ് അവളെ തേടുന്നതിനിടയിൽ ഷിപ്പിലെ ഗിറ്റാറിസ്റ്റായ അലിസ്റ്റർ ഡഗ്ലസ് ബ്രാഡിനെ സമീപിക്കുകയും ഏമിയെ കാണാതായതിൽ അനുശോചനം അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ രാത്രിയിൽ ഇയാൾ ഏമിയുമായി ഡാൻസ് കളിച്ചിരുന്നു. ഏമി മിസ്സിംഗ് ആയ കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞു എന്ന സംശയം അലിസ്റ്ററിനെ മെയിൻ സസ്പെക്റ്റ് ആക്കി. എന്നാൽ കൂടുതൽ അന്വേഷണത്തിലൂടെയും പോളിഗ്രാഫ് ടെസ്റ്റിലൂടെയും അയാൾ നിരപരാധിയാണെന്ന് പോലീസ് വിലയിരുത്തി. അതിനുശേഷം ബ്രാഡ്ലി ഫാമിലിയും FBI-യും ചേർന്ന് ക്യൂരസാവു ദ്വീപിൽ ഏമിയെ തിരഞ്ഞപ്പോൾ ഒരു ലീഡ് കിട്ടി. ഏമിയുടെ അതേ ലുക്കുള്ള ഒരു സ്ത്രീയോട് താൻ സംസാരിച്ചുവെന്ന് സ്ഥലത്തെ ഒരു ടാക്സി ഡ്രൈവർ മൊഴി നൽകി. നിർഭാഗ്യവശാൽ അതിനെ തുടർന്നുള്ള അന്വേഷണം എങ്ങുമെത്തിയില്ല. അങ്ങനെ മറ്റു മാർഗങ്ങളില്ലാതെ ബ്രാഡ്ലി ഫാമിലി US-ലെ അവരുടെ വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് 1998 ഓഗസ്റ്റ് മാസം കനേഡിയൻ ടൂറിസ്റ്റായ ഡേവിഡ് കാർമൈക്കിൾ ക്യൂരസാവു ദ്വീപിൽ വെച്ച് ഏമിയെ കണ്ടുവെന്ന് അഭിപ്രായപ്പെട്ടു. അവളുടെ ഇരുവശങ്ങളിലായി 2 പുരുഷന്മാരും ഉണ്ടായിരുന്നുവെന്നും അയാൾ കൂട്ടിച്ചേർത്തു. മാത്രമല്ല ആ 2 പുരുഷന്മാരിൽ ഒരാളെ കാണാൻ അലിസ്റ്ററിനെ പോലെ ഉണ്ടായിരുന്നുവെന്നും അയാൾ അവകാശപ്പെട്ടു. 1999 അതേ ദ്വീപിലുള്ള ഒരു വേശ്യാലയത്തിൽ വെച്ച് ഒരു നേവി ഓഫീസർ ഏമി എന്നു പേരുള്ള ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. എന്നാൽ ഡ്യൂട്ടിക്കിടയിൽ അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് US നേവി റെഗുലേഷൻസിനെതിരായതുകൊണ്ട് അയാൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അയാളുടെ റിട്ടയർമെന്റിനൊടുവിൽ ഈ കാര്യം പുറത്തായപ്പോഴേക്കും ആ സ്ഥാപനവും അവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫിനെ പറ്റിയുള്ള റെക്കോർഡ്സുമെല്ലാം തന്നെ നശിച്ചുപോയിരുന്നു. എന്നാൽ ഏമിയെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചന പുറത്തു വന്നത് 2005-ലാണ്. പ്രായമായ ഏമിയുടെ ലുക്കുള്ള ചില ഫോട്ടോസ് ഇന്റർനെറ്റിൽ പ്രചരിച്ചു. ഈ ഫോട്ടോസും പലയിടങ്ങളിലായി ഏമിയെ കണ്ട സാക്ഷിമൊഴികളും കണക്കിലെടുത്ത് അലിസ്റ്റർ ലൈംഗിക കച്ചവടത്തിനായി ഏമിയെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല കപ്പൽ ജീവനക്കാർക്കും ഇതിൽ പങ്കുണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ അതും ഒരു തിയറി മാത്രമായി അവശേഷിക്കുന്നു. ഏമിയെ കാണാതായി 12 വർഷങ്ങൾക്ക് ശേഷം 2010 മാർച്ച് 24-ന് ഏമി മരിച്ചുവെന്ന് നിയമപരമായി പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ ഏമി കപ്പലിൽ നിന്ന് വീണ് മുങ്ങി മരിച്ചത് തന്നെയാവാം. ഇന്റർനെറ്റിൽ പ്രചരിച്ച ഫോട്ടോസിലും ക്യൂരസാവു ദ്വീപിൽ കണ്ടതുമൊക്കെ ഏമിയുടെ മുഖസാദൃശ്യമുള്ള മറ്റാരെങ്കിലും ആവാം. എന്നാൽ ചിതറിക്കിടക്കുന്ന മറ്റു തെളിവുകൾ കൂട്ടിവായിക്കുമ്പോൾ ഏമിയുടെ തിരോധാനത്തിൽ ദുരൂഹതയില്ലെന്ന് പറയാനും കഴിയില്ല. ഇതേപോലെ തന്നെ അലാസ്കയിലെ ഒരു കോഫി ഷോപ്പിൽ നിന്നും കാണാതായ സമന്ത എന്ന പെൺകുട്ടിയുടെ തിരോധാനം എങ്ങനെയാണ് FBI വിറപ്പിച്ച ഒരു സീരിയൽ കില്ലറിനെ പിടിക്കാൻ കാരണമായത് എന്നറിയാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.